എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയരാജ്. ഇത് നമ്മുടെ ടാറ്റയുടെ സർവീസ് സെൻ്ററിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. ഇവിടെ നമ്മുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഈ കാറ് ഇന്ന് ഡെലിവറി ഉള്ളതാണ്. കസ്റ്റമർ ഷോറൂമിൽ വന്നിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടാണ്. അപ്പം നമ്മൾ ചാർജിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പതുക്കെ നമ്മൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗണ്ണ് എങ്ങനെ അഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗണ്ണിൻ്റെ ഇജക്ടർ ബട്ടൺ ഉണ്ട്. അതിൻ്റെ ലോക്കാണ്. ആ ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കുത്തിയിട്ടിരിക്കുന്ന ആ ഗണ്ണുണ്ടല്ലോ, ആ ഗണ്ണ് ഊരിയാൽ മതി. അപ്പോൾ ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ ആ ലോക്ക് അൺലോക്കായി. അതിൻ്റെ ഗണ്ണ് ഊരുക. എന്നിട്ട് ഇതൊരു ഫാസ്റ്റ് ചാർജറാണ്. ഒരു 7.2 kW ഫാസ്റ്റ് ചാർജറാണ് ഈ വാളിൽ പിടിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളത് ക്യാപ്പ് അടച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ചാർജ് ചെയ്യുന്ന ഒരു രീതി. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയയാണ്. ഞാൻ കുറച്ച് പേപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ സർവീസിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. കോട്ടയം ആണ് സ്ഥലം. ഇപ്പോൾ കോട്ടയത്തെ ഞങ്ങളുടെ സർവീസ് സെൻറ്ററിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് സർവീസ് സെൻറ്റർ. ഇവിടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സൈഡിലേക്ക് ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പം നമ്മൾ പതുക്കെ അതേ ഷോറൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ കാറ് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ ഷോറൂമിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ അവൻ്റെ ഓഫീസ് സ്പേസ് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെലിവറി വണ്ടി. നമ്മൾ വണ്ടിയെല്ലാം ഷോറൂമിൻ്റെ അകത്ത് കയറ്റി മൂടി എല്ലാം റെഡിയാക്കി ഇട്ടു. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കുവാണ്. അപ്പം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും ഈ കാറ് പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പം ആ സമയം മാക്സിമം ഒരു ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് അത് ഷോറൂമിൽ. അങ്ങനെ എന്തായാലും അതിൻ്റെ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് തന്നെ എനിക്ക് തന്നെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് എൻ്റെ പാലായിലുള്ളൊരു കസ്റ്റമറാണ്. ആൻറ്റോ എന്നാണ് പേര്. അപ്പം സാറിൻ്റെ ഫസ്റ്റ് കാറ് നാനോ ആയിരുന്നു. സെക്കൻഡ് കാറ് നമ്മുടെ ടിയാഗോ EV ആയിട്ട് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ വണ്ടീനെ തുണിയൊക്കെ ഇട്ട് മൂടി. അപ്പം അവർക്ക് ആ ക്ലോത്ത് റിവീൽ ചെയ്യാനുള്ള സൗകര്യത്തിനെല്ലാം റെഡിയാക്കി ഇട്ടേക്കുകയാണ്. അപ്പം ഞാനതൊരു ഭയങ്കര റഫായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. ഇതൊരു പ്രൊഫഷണലായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പം ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ടും കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് സ്റ്റാഫൊക്കെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ഞങ്ങൾ ക്ലോത്തിൻ്റെ ബാക്കിൽ പോയി നിൽക്കും. അപ്പോൾ കസ്റ്റമർ ജസ്റ്റ് വലിക്കുമ്പം ഒരാൾ ബാക്കിൽ നിന്ന് വലിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം രസമുള്ളൊരു സംഭവമാണ്. കാരണം കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും ഒരു ഹാപ്പി ആയിരിക്കും. കുഞ്ഞിപ്പിള്ളേർ കാണും. ഭയങ്കര ഒരു നല്ല രസമായിരിക്കും ആ ഡെലിവറി മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം കസ്റ്റമർ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയം ഈ ഡെലിവറി എടുക്കുന്ന സമയം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അവരുടെ ക്ലോത്തൊക്കെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ക്ലോത്ത് റിവീലിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ വണ്ടി. അപ്പം നമുക്കിനി അടുത്ത കുറച്ച് താക്കോല് കൊടുക്കണം. അവർക്ക് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഒന്ന് ലൈനപ്പ് ചെയ്ത് അവർക്ക് താക്കോലൊക്കെ കൊടുക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്നിട്ട് ഒരു സൈഡിലേക്ക് കസ്റ്റമർക്ക് താക്കോൽ കൊടുക്കും. ഇത് നമ്മളൊരു വലിയ കീ ആണ്. ഇതൊരു ഫോർമാലിറ്റിയാണ്. ഇതുപോലത്തെ ഒരു വലിയ കീ കൊടുക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് താക്കോൽ കൊടുക്കും. താക്കോലും നമ്മുടെ സർവീസ് ബുക്കും എല്ലാം കൂടെ. അപ്പോൾ ഇനി അടുത്തത് ഇതാണ് നമ്മുടെ താക്കോൽ കൈമാറ്റം. അതിൻ്റെ സർവീസ് ബുക്കും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടെ നമ്മൾ അങ്ങനെ കൊടുക്കും. അതുകൂടാതെ നമ്മുടെ ലെക്സോണിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സും എല്ലാം കൂടെ ആയിട്ട്
നമ്മൾ അങ്ങനെയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ. സോ ഇനിയും അവരുടെ ഫോട്ടോ എല്ലാം കൂടെ എടുക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് താക്കോൽ കൊടുത്ത് അവർ ഫസ്റ്റ് ആ കാറൊന്ന് റോൾ ചെയ്തു. ആൻഡ്രോ സാറ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടേതായിട്ടുള്ള കുറച്ച് നമ്മളൊരു കാർ എടുക്കാൻ നേരം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മൗനം ഉണ്ടായിരുന്നു. ഇത് ആൻഡ്രോ സാറിൻ്റെ ഒരു കൂടെ വന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അപ്പം ആൻഡ്രോ സാറിൻ്റെ കൂടെ വന്ന ആളാണ് വണ്ടി എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസമേ ഞാൻ കണ്ണൂർ പോയൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എന്നോട് ഒത്തിരി പേര് ഫോൺ വിളിച്ച് മെസ്സേജൊക്കെ ആയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കണ്ണൂരുണ്ട് കൊടുക്കുന്നത്, കണ്ണൂർ വരെ ഷോറൂംസ് ഒന്നും ഇല്ലേ, അപ്പോൾ അതിൻ്റെ നിങ്ങൾ പണമിടപാടൊക്കെ എങ്ങനെയാണ്, അത് കണ്ണൂർ ഷോറൂമിലാണോ നിങ്ങൾ കൊടുത്തത് അതോ കോട്ടയത്താണോ കാശ് കൊടുത്തത്, അതെന്തിനാണ് അവിടെ വന്ന് എടുത്തത് എന്നൊക്കെ ഒത്തിരി പേരൊന്ന് ചോദിച്ചായിരുന്നു. അപ്പം അതിൻ്റെ കറക്റ്റ് മറുപടി നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറും എല്ലാം വണ്ടിക്കകത്ത് കയറി, അവർക്ക് ജസ്റ്റ് ഒരു പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡെലിവറിയുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ ഒരു 1-1.5 മണിക്കൂറോളമൊക്കെ എടുക്കും. അത്ര എടുക്കത്തില്ല, എന്നാലും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കസ്റ്റമർ പോകാൻ നേരത്തെ ഏകദേശം 1-1.5 മണിക്കൂറെങ്കിലും എടുക്കും. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാറിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ സ്ഥലം കോട്ടയമാണ്. കോട്ടയം ലെക്സോൺ ടാറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.